അമ്മു, മാളു, കൊച്ചു. കൊച്ചു ഭയങ്കര കുറുമ്പിയാണ്, ആള് തൊട്ടാവാടിയാണ്, ഭയങ്കര സ്നേഹവുമാണ്, എല്ലാം. എത്ര വഴക്കിട്ടാലും അവൾക്ക് നമ്മളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും നിമിഷ നേരം കൊണ്ട് കഴിയും. കൊച്ചു എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെയാണ് കൊച്ചിനെ എൻ്റെ അമ്മ പ്രസവിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങനെ കൊച്ചു എൻ്റെ സ്വന്തം കുട്ടീനെ പോലെയായിരുന്നു. സ്കൂളിലായാലും ഭയങ്കര നോട്ടിയായിരുന്നു. എനിക്ക് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ ഏർലി ആയിട്ട് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചു സ്കൂളിൽ ടീച്ചേഴ്സിനോടൊന്നും പറയാതെ ബസ്സിൽ കയറി വീട്ടിൽ വന്ന് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മളറിയണത് കൊച്ചു സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും നോട്ടിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. കൊച്ചിനെ പറ്റി പറയുമ്പോൾ കൊച്ചു എൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ്. എപ്പോഴും എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും കൊച്ചിൻ്റെ അടുത്ത് പറയാനും കൊച്ചുവിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് ആള്. Kochu always has a lot of view on what she has to get done. ആൾക്ക് നല്ലോണം അറിയാം ആള് എന്താണ് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള. ആൻഡ് ഓൾ ഹർ സെലക്ഷൻസ് വർ അമേസിങ്. എല്ലാം സർപ്രൈസ് ആയിട്ടായിരുന്നു വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ ലവ്ഡ് ഓൾ ഹർ ലുക്സ്, സ്പെഷ്യലി ടുഡേ. ആൻഡ് ആളുടെ മെഹന്തി ലുക്കും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നും വളരെ ഒരു സ്റ്റണ്ണിങ് ബ്രൈഡായിരുന്നു ആളെ കാണാൻ. ആൻഡ് ആള് എവിടെ ചെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഫസ്റ്റ് തന്നെ മുന്നിലുണ്ടാവും, ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിനും കട്ടക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാ. 4 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്ത് കുരുത്തക്കേട് കാണിക്കാനെങ്കിൽ ഒരുമിച്ചുണ്ടാവും. അടികൊള്ളുമ്പോഴും ഒരുമിച്ച് അടികൊള്ളാറ്. ഏറ്റവും ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ട്യൂഷനാക്കിയിട്ട് രാവിലെ ട്യൂഷന് വിട്ടിട്ട് അവളെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് ഞാനവിടെ പോയി. ഞാൻ രാവിലെ എഴുന്നേക്കുന്നത്. ഇവളെന്ത് ചെയ്യും ആ സമയം ഞാൻ അവിടെ ഉറങ്ങുമ്പോൾ ഞാൻ ട്യൂഷൻ പോയിട്ടുണ്ടാവും വിചാരിക്കും. പക്ഷെ ഇവള് ട്യൂഷന് പോകാണ്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത്. ട്യൂഷന് പോയി വന്ന പോലെ അഭിനയിക്കും. പിന്നെ നവാഫ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കൊച്ചു നവാഫിന്റെ അടുത്ത് സേഫ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. സന്തോഷം ഞാൻ വീഡിയോട്ടാണ് ഷെയർ ചെയ്യാറുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ ആഴ്ചയിലെ ദിവസങ്ങളിൽ കാണുന്നത് ഇങ്ങനെ കാണൂലായിരിക്കും. അതാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ യങ് സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആള് കല്യാണം കഴിച്ച് പോയിരിക്കുകയാണെന്നുള്ളത്. കാരണം ഷീസ് ടു യങ്. അപ്പോൾ പിന്നെ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. വി ലവ് യു സോ മച്ച് കൊച്ചു. അവളതാണ് തിരഞ്ഞെടുത്ത ആളാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാം കൊണ്ടും റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാം അറിയാം. നല്ലൊരു കുട്ടിയാണ്. പിന്നെ എൻ്റെ മോള് അവനെ ചേർന്നാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അവളുടെ വാശിക്കൊക്കെ അനുസരിച്ച് അവര് തമ്മിൽ
എന്തായാലും അവർ തമ്മിൽ ഇത്രയും നോക്കി കണ്ടുപിടിച്ചല്ലേ, അവർ തമ്മിൽ ഭാവിയിൽ സുഖമായിട്ട് ജീവിക്കുന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് കൊടുത്തേക്കണേണ്. എനിക്ക് 4 വയസ്സായിട്ടുള്ള ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെയാണ് കൊച്ചു വന്നത്. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ഇല്ലാതെ ബേബി ബോയ് ആയിരിക്കുന്നത് വന്നപ്പോ ബേബി ഗേളായിരുന്നു. പക്ഷെ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് നാൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പുതിയ ബേബി വന്നു കഴിയുമ്പോ പഴയ ബേബിക്ക് കുറച്ച് ശ്രദ്ധ കുറയണ പോലെ തോന്നല്ലോ. ഒബിയസ്ലി എല്ലാ കുട്ടികൾക്കും അങ്ങനെ തോന്നുമല്ലോ. അതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം മമ്മ ഫോൺ ചെയ്തോണ്ടിരിക്കണേ. അന്ന് ലാൻഡ് ഫോണിൽ ആരോ ഫോൺ ചെയ്തോണ്ടിരിക്കണം. കൊച്ചിനെ ബേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മമ്മ ഇങ്ങനെ കാലിൽ കമത്തി കിടത്തിയിട്ടുണ്ട്. ഞാൻ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ പറയുമ്പോ മമ്മ ശ്രദ്ധിക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് ശ്രദ്ധിക്കണല്ലോ. ഞാൻ എന്ത് ചെയ്യുന്ന കൊച്ചിന്റെ ബമ്മയുടെ ഒറ്റ അടി കൊടുത്തു. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ മമ്മ എന്നെ പിടിച്ചതല്ലേ. പക്ഷേ അന്ന് അടി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ഭയങ്കര തെറ്റാ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തത് എനിക്ക് എന്തോരം സ്നേഹം കൊച്ചിനോടുണ്ടെന്ന്. പിന്നെയുള്ള ഓരോ ലൈഫിലെ ഓരോ ഗ്രോത്തും എല്ലാം കൊച്ചിന്റെ വളർച്ചെല്ലാം ഞാൻ കണ്ടുകൊണ്ടല്ലേ എനിക്ക് എന്റെ കുട്ടിയെ പോലെ തന്നെ. Go back to 2021. എന്നെ ആദ്യമായിട്ട് വീട്ടിലൊറ്റക്ക് നിൽക്കാൻ പെട്ടത് എന്നിട്ട് എനിക്കിതങ്ങനെ ഹിറ്റ് ചെയ്തിട്ടില്ല അവൻ കൊച്ചു കല്യാണം കഴിക്കുകയാണെന്നുള്ളത്. ഇൻഷാല്ലാ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ ലവ് യു. എൻ്റെ കുഞ്ഞനിയത്തി കല്യാണം കഴിച്ച് പോണേണെന്ന് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ബ്രൈഡായി അവിടെ നിന്ന് നിക്കാഹിൻ്റെ ആ മൊമെന്റ് കഴിയണ വരെയും ഞാൻ ഭയങ്കര ഇമോഷണലായിരിക്കണേന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നാഫിനായിട്ട് എനിക്ക് നല്ല ബോണ്ടാണ്. നാഫ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ കൊച്ചുവിൻ്റെ അടുത്തുള്ള പോലെ തന്നെ എന്തും സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നവാഫിനെ കൂടെ കൊച്ചിനെ വിടാൻ. ഇസ്ലാമിൽ പറയും ഒരാള് ഫയർ ആണെങ്കിൽ ഒരാൾ വാട്ടർ ആയിരിക്കണം. അപ്പൊ ഒരാൾ ഭയങ്കര ചൂടായിരിക്കണമെങ്കിൽ ഒരാളെപ്പോഴും തണുപ്പായിരിക്കാൻ ശ്രമിക്കണം. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം. കൊച്ചുക്കും നവാഫിനും ഒരു അടിപൊളി മാരീഡ് ലൈഫ് ഞാൻ വിഷ് ചെയ്യുന്നു.